അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി ഇന്ത്യക്ക് റഷ്യ നൽകിയ ഒരു അപ്രതീക്ഷിത പ്രതിരോധ ഓഫർ അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആഗോള ബന്ധങ്ങളിൽ മുൻപെങ്ങുമില്ലാത്ത വിധം പ്രാധാന്യമുള്ള ഈ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഓഫർ അമേരിക്കൻ നേതൃത്വത്തെ, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിനെ പോലും അമ്പരപ്പിച്ചുവെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യയുടെ ഈ തന്ത്രപരമായ നീക്കത്തിന്റെ വിശദാംശങ്ങളും അതിന്റെ ആഗോള രാഷ്ട്രീയ പ്രതിരോധ രംഗങ്ങളിലെ സ്വാധീനവും നമുക്കൊന്ന് പരിശോധിക്കാം. റഷ്യ ഇന്ത്യക്ക് മുന്നോട്ട് വച്ചിരിക്കുന്നത് കേവലം ഒരു ആയുധ ഇടപാടല്ല, മറിച്ച് സാങ്കേതിക കൈമാറ്റത്തിനും ദീർഘകാല സഹകരണത്തിനും ഊന്നൽ നൽകുന്ന ഒരു സമഗ്ര പ്രതിരോധ പാക്കേജാണ്. ഈ ഓഫറിലെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. റഷ്യയുടെ ഏറ്റവും പുതിയതും അത്യാധുനികവുമായ 5ാം തലമുറ യുദ്ധവിമാനമായ Su-57 സാങ്കേതിക വിദ്യ 100% കൈമാറാൻ റഷ്യ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. ഇത് ഇന്ത്യക്ക് ഈ വിമാനം ആഭ്യന്തരമായി നിർമ്മിക്കാൻ അവസരം നൽകും. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, സൂപ്പർ ക്രൂയിസ് കഴിവുകൾ, അത്യാധുനിക ഏവിയോണിക്സ് എന്നിവയുള്ള Su-57 ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഒരു വിദേശ രാജ്യത്തിന് ഒരു 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ മുഴുവൻ സാങ്കേതിക വിദ്യയും കൈമാറാൻ റഷ്യ തയ്യാറാകുന്നത് ആഗോള പ്രതിരോധ രംഗത്ത് തികച്ചും അസാധാരണമായ ഒരു നീക്കമാണ്. 4.5 തലമുറ യുദ്ധവിമാനമായ Su-35 ഇന്ത്യയുടെ മൾട്ടി പർപ്പസ് യുദ്ധവിമാന ശേഖരത്തിലേക്ക് റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉയർന്ന കുസൃതി കഴിവുകൾ, ദീർഘദൂര മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി, അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ എന്നിവ Su-35 പ്രത്യേകതകളാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ നിലവിലെ ആവശ്യകതകൾക്ക് ഇത് ഒരു മികച്ച മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലുതും അത്യാധുനികവുമായ സൂപ്പർസോണിക് ദീർഘദൂര തന്ത്രപരമായ ബോംബറുകളിലൊന്നായ Tu-160 റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റഡാറുകളെ വെട്ടിച്ച് പറക്കാനും വലിയ അളവിൽ പെലോഡുകൾ വഹിക്കാനും ഇതിന് കഴിയും. ഇത് ഇന്ത്യയുടെ ദീർഘദൂര ആക്രമണ ശേഷിക്ക് വലിയ ഉത്തേജനം നൽകും. ഇത്തരം ഒരു തന്ത്രപരമായ ആയുധം കൈമാറാൻ റഷ്യ തയ്യാറാകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഇതിനകം S-400 വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും പുതിയ അത്യാധുനികവുമായ പതിപ്പായ S-500 നൽകാനും റഷ്യ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. S-500 ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്നിവ തടയാൻ കഴിയും. ഇത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയെ തന്നെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇന്ത്യയുടെ കിലോ ക്ലാസ് മുങ്ങിക്കപ്പലുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികളും നവീകരണവും റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ആയുധ കാലിബർ ക്രൂയിസ് മിസൈലുകളും നൽകാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. ഇത് ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണശേഷിക്ക് ഒരു വലിയ കരുത്ത് തന്നെ പകരും. റഷ്യയുടെ അത്യാധുനിക വോറോണേഷ് റഡാർ സംവിധാനം ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. 8000 കിലോമീറ്റർ ദൂരപരിധിയിൽ ആക്രമണങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഈ സംവിധാനം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിക്ക് ഗണ്യമായ വർധനവ് നൽകും. ഈ ഓഫറുകൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ശക്തമായ സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും തെളിവാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെ മറ്റൊരു രാജ്യത്തിനും ഇത്തരം ഒരു ഓഫർ നൽകാൻ കഴിയില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഈ ഓഫറുകൾക്ക് ഇന്ത്യയുടെയോ റഷ്യയുടെയോ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വയം പര്യാപ്തതയ്ക്ക് റഷ്യൻ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ ഈ വാഗ്ദാനങ്ങളിൽ ചിലത് സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട്. 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ 100% സാങ്കേതിക വിദ്യ കൈമാറാനുള്ള സന്നദ്ധത സാധാരണ ആയുധ ഇടപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇത് ഇന്ത്യയെ ആയുധ ഇറക്കുമതിക്കാരിൽ നിന്ന് നിർമ്മാതാക്കളാക്കി മാറ്റാൻ തന്നെ സഹായിക്കും. Tu-160 പോലുള്ള തന്ത്രപരമായ ബോംബറുകളും S-500 പോലുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും ഏതൊരു രാജ്യവും വളരെ സൂക്ഷ്മതയോടെ മാത്രം കൈകാര്യം ചെയ്യുന്നവയാണ്. ഇവ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നത് റഷ്യയുടെ ഇന്ത്യയോടുള്ള വിശ്വാസത്തെയും തന്ത്രപരമായ പങ്കാളിത്തത്തെയും അടിവരയിടുന്നു. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ നേരിടുമ്പോൾ ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്താൻ റഷ്യക്ക് താൽപര്യമുണ്ട്. ഇത് പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിനും ആഗോള ശക്തി സന്തുലിതാവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും കാരണമായേക്കാം. ഇന്ത്യൻ സൈന്യം, പ്രത്യേകിച്ച് വ്യോമസേനയും നാവികസേനയും ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണ്. റഷ്യൻ ആയുധങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഖരത്തിന്റെ വലിയൊരു ഭാഗമാണ്. ഈ പുതിയ ഓഫറുകൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് വലിയ ഉത്തേജനം തന്നെ നൽകും. ആഭ്യന്തരമായി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് 100% സാങ്കേതിക കൈമാറ്റം വലിയ പിന്തുണ നൽകും. ഇത് ഇന്ത്യയെ പ്രതിരോധ സാമഗ്രികളുടെ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും. ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങളും പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് ശക്തമായ ഒരു പ്രതിരോധ ശേഷി അനിവാര്യമാണ്. റഷ്യൻ ഓഫർ ഇന്ത്യക്ക് ഈ മേഖലകളിൽ തന്ത്രപരമായ മുൻതൂക്കം നൽകും.
ദശാബ്ദങ്ങളായി ഇന്ത്യയും റഷ്യയും തമ്മിൽ ശക്തമായ പ്രതിരോധ ബന്ധമുണ്ട്. സോവിയറ്റ് കാലം മുതൽ ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങളിൽ റഷ്യ ഒരു പ്രധാന പങ്കാളിയാണ്. ഈ ഓഫർ ആ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. ഇന്ത്യയുടെ ഈ ഓഫർ അമേരിക്കയെ ഞെട്ടിച്ചു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുമുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഇന്ത്യയെ തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിയായി കണക്കാക്കുകയും ചൈനയും റഷ്യയും പ്രതിരോധിക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണ തേടുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ റഷ്യയുടെ ഈ നീക്കം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അമേരിക്ക ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു വരികയാണ്. റഷ്യൻ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയായിരുന്നു യുഎസിന്റെ ലക്ഷ്യം. ഈ റഷ്യൻ ഓഫർ ആ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകും. റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയുടെ കൗണ്ടറിംഗ് അമേരിക്കാസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻ ആക്ട് എന്ന നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇന്ത്യ S-400 വാങ്ങിയപ്പോൾ തന്നെ ഈ നിയമം വലിയ ചർച്ചയായിരുന്നു. പുതിയ ഓഫറുകൾ ഇന്ത്യ സ്വീകരിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുന്നത് ഇന്തോ പസഫിക് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇടയാക്കും. ഇത് ചൈനയും റഷ്യയും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ശക്തി അച്ചുതണ്ടിന് രൂപം നൽകിയേക്കാം. റഷ്യയുടെ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭിക്കുന്നത് അമേരിക്കയ്ക്ക് ആശങ്കയുണ്ടാക്കും. ഈ സാങ്കേതിക വിദ്യകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തുമോ എന്ന ഭയവും അമേരിക്കയ്ക്ക് ഉണ്ടാകാം. അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി മുന്നോട്ട് പോകുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തങ്ങളുടെ തന്ത്രപരമായ പങ്കാളികളിൽ ഒരാൾ റഷ്യയുമായി ഇത്രയും വലിയ പ്രതിരോധ സഹകരണത്തിന് ഒരുങ്ങുന്നത് അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. ഇത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ പുതിയൊരു പ്രതിസന്ധിക്ക് തന്നെ വഴിയൊരുക്കിയേക്കാം.